നമസ്കാരം, സുമിയാണ് കൂടെ. അരുണേട്ടനുണ്ട്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണല്ലേ, ഈവനിങ് ആൻഡ് നൈറ്റ് വ്ളോഗാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ 3-4 പേരുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു ബ്രായി ഒക്കെ ഉണ്ടാക്കി പുറത്ത് അടിപൊളിയാക്കാൻ കരുതി. അതെ, അതാണ് നമ്മുടെ പരിപാടി. ബ്രായി ഉണ്ടാക്കുക, ചപ്പാത്തി ബ്രായി. പുറത്ത് നല്ല തണുപ്പൊക്കെയാണ്. ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പാർട്ടി നടത്താൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ശേഖരേട്ടൻ വന്നിട്ടുണ്ട്. ശേഖരേട്ടന്റെ പാർട്ടിയാണ്. ശേഖരേട്ടൻ ഹരിനേട്ടന്റെ ഒക്കെ കമ്പനിത്തെ മെക്കാനിക്കലാണല്ലേ, മെക്കാനിക്കൽ ഹെഡാണ്. അപ്പം ശേഖരേട്ടൻ വന്ന പ്രമാണിച്ച് ശേഖരേട്ടന്റെ വക നല്ലൊരു പാർട്ടി ഉണ്ട്. നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആയുധമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ശേഖരേട്ടൻ്റെ വീട്, ശേഖരേട്ടൻ്റെ പാർട്ടിയാണ്. ശേഖരേട്ടൻ്റെ പാർട്ടിയാണ്. പരനേട്ടൻ ഇവിടെ ചിക്കൻ ബ്രായി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ കനലൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ബ്രായി സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഓ, നല്ല ചൂടുണ്ടല്ലേ ഇവിടെ അടുത്തെത്തുമ്പോൾ. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ ഭയങ്കര നല്ല ചൂടുണ്ട്. ശേഖരേട്ടൻ്റെ അനിയൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോവയ്ക്ക റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മലാവി ഡയറിയിൽ കോവയ്ക്ക ചമ്മന്തി. അതിൽ കോവയ്ക്ക ചമ്മന്തി ഉണ്ടാക്കിയ ആളാണ് ശേഖരേട്ടൻ്റെ അനിയൻ ശങ്കരേട്ടൻ. ഇനി ശേഖരേട്ടൻ നല്ല അടിപൊളി പാവക്കച്ചാർ ഉണ്ടാക്കി തരാം. ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇവിടെ പാവയ്ക്കായി വരുന്നുള്ളൂ. പാവയ്ക്കായി വന്നിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾക്കൊരു പ്രാവശ്യം ഉണ്ടാക്കി തന്നെയാണ്. നല്ല ടേസ്റ്റാണ്, കയ്പൊന്നുമില്ല. ഇതാണ് ശേഖരേട്ടൻ. നമ്മൾ നമ്മുടെ ഗ്രില്ലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഗ്രില്ല് ചൂടായി. അപ്പം ഞങ്ങൾ ബ്രായും ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. കുബൂസൊന്നുമല്ല, ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ ജോനാസാണ്. ജോനാസ് നല്ല അടിപൊളി ഒരു ചപ്പാത്തി ഇന്ത്യൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഗ്രില്ലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ചിക്കനൊന്നും വെച്ചില്ല, ജസ്റ്റ് ഇതൊന്ന് 2 ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ജോഹനാസാണ് ഇതിൻ്റെ മസാലകളൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. കാരണം ഇന്ന് സൺഡേ ആണ്, നമ്മൾ വില്ലേജിലൊക്കെ പോയത് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോഹനാസ് ഇതിൽ മസാലയൊക്കെ തേച്ച്, ചിക്കനിൽ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് ഒന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് നമ്മളിത് ബ്രായി സ്റ്റാൻഡിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കനലായിട്ടുണ്ട്. ഇത് ബ്രായി സ്റ്റാൻഡൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ബ്രായി സ്റ്റാൻഡാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ല ചൂടായിട്ടുണ്ട്. ചാർക്കോള് വാങ്ങാൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കനലുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഈ ചൂടത്ത് കിടന്ന് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അടുത്തുള്ളവരാണ്, അരുണേട്ടൻ്റെ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ചിക്കൻ റെഡി ആവുന്നുണ്ടോ ഉള്ളതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഇതിൻ്റെ ചുറ്റുപാടും വന്ന് നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കാരണം അത്രയും തണുപ്പാണ് പുറത്ത്, ഇവിടെ നല്ല ചൂടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണിത്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടോയെന്ന് ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പം, അപ്പം ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞിട്ട് ശേഷമാണല്ലോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഇനിയെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പോവാം. ചിക്കൻ ബ്രായും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരുണേട്ടൻ ഒരു മിൻറ്റ് ലൈമും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള മിൻറ്റ് ലൈമായിരുന്നു. മിൻറ്റും ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി മിൻറ്റ് ലൈമായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ബ്രായൊക്കെ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയ ബ്രായി കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അതിൻ്റെ ഇപ്പം വേറെയും കുറേ ഡിഷസും കാര്യങ്ങളുണ്ടായിരുന്നു. അടച്ചു വെച്ച പാത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. ഇത് ഞങ്ങൾ ഞായറാഴ്ച രാത്രിയിൽ ഉണ്ടായിരുന്നൊരു പാർട്ടീൻ്റെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലത്തെ ഒരു മോർണിംഗ് വൈബാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നമ്മുടെ കൃഷിത്തോട്ടമാണ്. കൃഷിത്തോട്ടത്തിൽ ഇത് സ്വീറ്റ് കോൺ നട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നട്ടിട്ടുള്ള എല്ലാ സ്വീറ്റ് കോണും മുളച്ച് പൊന്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി എല്ലാം മുളച്ച് പൊന്തിയിട്ടുണ്ട്. തക്കാളി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഹൈബ്രിഡ് തക്കാളിയാണ്.
ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മുടെ പയറാണ്. പലതരത്തിലുള്ള പയറുണ്ട്. റോക്കറ്റ് പയർ, നാംദാരി പയർ, പിന്നെ ചതുരപ്പയർ, അങ്ങനെ എന്തൊക്കെയോ കുറേ പയറുകളുണ്ട്. ഇതന്നെ നമ്മൾ ഫെൻസിങ്ങിൻ്റെ അവിടെ മാത്രമല്ല, കുറച്ചും ഇങ്ങോട്ട് കയറിയിട്ടും കുറേ ചെടികൾ നട്ടിട്ടുണ്ട്. ഇവിടെയും കുറേ പയറാണ് നട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ പയർ മുളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. കുറേ സെക്ഷൻ വൈസ് ആയിട്ടാണ് നമ്മൾ പയർ നട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൃഷി കുറച്ചും കൂടി ഒന്ന് വിപുലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട്, ഇന്ത്യൻ കപ്പ. ഇവിടുത്തെ കപ്പയല്ല, നമ്മുടെ നാട്ടിലെ കപ്പ നട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. വാഴയൊക്കെ നല്ലോണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു മുരിങ്ങേൻ്റെ കമ്പ് നട്ടിട്ടുണ്ട്. ഞാൻ വില്ലേജിൽ പോയപ്പോൾ കിട്ടിയ മുരിങ്ങയാണ്. അപ്പോൾ അതിന്നൊരു കമ്പ് അത് നട്ടിട്ടുണ്ട്. 2 കമ്പ്, ഇവിടെ ഒരു കമ്പുണ്ട്, അവിടെ ഒരു വേറെ കമ്പുണ്ട്. അങ്ങനെ മുരിങ്ങ കപ്പയൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ കൃഷിത്തോട്ടം വ്യാപിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കൃഷിത്തോട്ടം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ഹാപ്പിനെസ്സാണ് കൃഷി കാണുമ്പോൾ. അതിലെ ഇലകൾ, കുഞ്ഞു കുഞ്ഞു ഇലകൾ വരുന്നതും വലുതാവുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇത് കുക്കുംബറാണ്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ, നല്ലോണം തഴച്ച് വളരുന്ന ബീട്രൂട്ടാണ്. തന്നെ നമ്മുടെ കുക്കുംബറൊക്കെ വള്ളി കയറി തുടങ്ങി. ഞാനിങ്ങനെ ഒരു മുളേൻ്റെ കമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒക്കത്തിനും പൂവുണ്ടാകുന്നുണ്ട്. ചിലതിലൊക്കെ കായ പിടിക്കുന്ന പൂവുണ്ട്, ചിലതിലൊന്നും കായ പിടിക്കുന്നതല്ല. എന്നാലും കുറേ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ കാണുന്ന മുളച്ച് വരുന്നത് എന്താണെന്നറിയോ? പൊട്ടുവെള്ളരി ഇല്ലേ, പൊട്ടുവെള്ളരി ജ്യൂസാക്കി കുടിക്കാൻ പറ്റുന്ന മധുരമുള്ള പൊട്ടുവെള്ളരിയാണ് ഇവിടെ മുളച്ച് വന്നിട്ടുള്ളത്. നടുവ് കൂടെ ഞാൻ മുളകും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ പൊട്ടുവെള്ളരി ഇതിലാണ് പടർത്തി വിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഈ കുമ്പളത്തിൻ്റെ തൈയൊക്കെ വള്ളി കയറി തുടങ്ങിയിട്ടോ. ഇനി വള്ളി കയറി കയറട്ടെ. പിന്നെ ഇവിടെ പുറത്ത് കണ്ടോ കുറച്ച് പൂവിട്ട് നിൽക്കുന്ന നമ്മുടെ പാവയ്ക്കല്ലത്, സോറി, പാവയ്ക്കല്ല, പാവയ്ക്കേൻ്റെ വള്ളി ഇത്. അതിൻ്റെ ഒപ്പം തന്നെ പീച്ചിങ്ങ ഉണ്ട് കേട്ടോ. പീച്ചിങ്ങയാണ് പൂവിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടം കണ്ടോ, അത്യാവശ്യം വലിയ കൃഷിത്തോട്ടമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. 2 മാസം മുന്നത്തെ ഒരു വീഡിയോ, അതായത് ഫെബ്രുവരി ലാസ്റ്റാണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ ഒരു 2 മാസം, മാർച്ച്, ഏപ്രിൽ, ഇതിപ്പോൾ മെയ് ഫസ്റ്റ് വീക്കല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കിനും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ചെറുതായിട്ടൊന്ന് പച്ചപ്പാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേതായാലും സക്സസ് ആയി. എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്, എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ കൃഷിത്തോട്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സൂര്യനൊക്കെ അതേ വിളിച്ച് വരുന്നു. അപ്പോൾ ഇവിടെ ഓണച്ചെടിയിൽ നിന്ന് തൈയൊക്കെ വലുതായി വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മല്ലിക കണ്ടോ, ചെണ്ടുമല്ലി. എന്താണ് അതിൻ്റെ വലുപ്പം നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ സമയത്താണെങ്കിൽ നല്ല ഉപകാരമായിരുന്നു നമുക്ക് പൂക്കളൊക്കെ ഇടാൻ. എന്തായാലും ഞാൻ ആ സമയമാകുമ്പോഴത്തേ എങ്ങനെയെങ്കിലുമൊക്കെ തൈകളൊക്കെ നട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കൂട്ടോ. നല്ല വലിയ പൂവാണിത്. അതുപോലെ നമ്മുടെ റോസയിൽ കണ്ട എന്തോരം പൂവാണ്. റോസൊക്കെ പൂത്ത് ചുറ്റോടും പൂവാണ്. ഈ റോസാ ചെടി ഫുള്ള് പൂവാട്ടോ. കണ്ടോ, അപ്പോൾ പുറത്തുനിന്ന് ഞാൻ കിച്ചണിൽ കയറി നോക്കിയപ്പോൾ തമ്മാല ഇവിടെ തകൃതിയായിട്ടുള്ള കുക്കിങ്ങിലാണ് കേട്ടോ. ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. കുറേ നാളായി കേക്ക് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഉൾഗ്രാമത്തിലായതുകൊണ്ട് നമുക്കിതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് പോയി വാങ്ങാനുള്ള സാഹചര്യമൊന്നുമില്ല, ഒരുപാട് ദൂരം പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ തട്ടിക്കൂട്ടി ഓരോരോ കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ചെറിയ കേക്കാണ്, ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് മുട്ട നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. ഇത് ബ്രൗൺ കളർ പഞ്ചസാര ഇട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഒന്ന് അരിയിച്ചെടുക്കണം. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരേൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. ഞാൻ പക്ഷെ അതൊന്നും നോക്കിയില്ല, നമുക്ക് മധുരം മതിയല്ലോ.
പിന്നെ ഇതിലിട്ടുണ്ട് കുറച്ച് ഇളക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പഞ്ചസാരയും മുട്ടയും കൂടി നമ്മൾ ഇളക്കിയത് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത പഞ്ചസാര ബ്രൗൺ കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനൊരു ബ്രൗൺ കളർ വന്നിട്ടുള്ളത്. ഇത്രയ്ക്കൊന്നും ബ്രൗൺ കളർ പഞ്ചസാര ചേർക്കുമ്പോൾ വരത്തില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പഞ്ചസാര കിട്ടും, വൈറ്റും കിട്ടും ബ്രൗണും കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ബ്രൗൺ ആയതുകൊണ്ടാണ് അത് ആഡ് ചെയ്തത്. വാനില എസൻസ് വയ്ക്കട്ടോ. അപ്പോൾ പഞ്ചസാരയും മുട്ടയും ഒക്കെ മിക്സ് ചെയ്തതും നമ്മുടെ വാനിലയൊക്കെ മിക്സ് ചെയ്തതും നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തരിപ്പയിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. തരിപ്പയിൽ എടുത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാ പൗഡറായിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി ഒരുമിച്ച് തരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് കുത്തി കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. ബ്രൂ കോഫീൻ്റെ പൗഡറാണ്. നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ കാപ്പിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ. കൊക്കോ പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് അതില്ല. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ട് നമുക്ക് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. ഇതൊരിക്കലും ആക്ച്വൽ കേക്കിൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടിയെല്ലാം ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ഓയിൽ കൂടെ ചേർക്കണമായിരുന്നു കേട്ടോ. ആ മുട്ടേൻ്റെ മിക്സിലേക്ക് കുറച്ചുകൂടി ഓയിൽ കൂടെ ചേർക്കണമായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഓയിൽ ചേർക്കുന്നത് ഞാൻ ഓയിലൊക്കെ ചേർത്തിട്ടാണ് അത് ഇളക്കിയിട്ടുള്ളത്. പിന്നെ ഈ മിക്സൊക്കെ ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു A4 പേപ്പർ ഇതേപോലെ വട്ടത്തിന് മുറിച്ച് അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ആ എണ്ണയൊക്കെ ആ പേപ്പറിലാകും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മിക്സൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് കേക്കാണ്. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ അങ്ങനത്തെ പരിപാടികളോ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ മിക്സ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ആ സമയത്തിന് മുന്നേ നമ്മളൊരു പാത്രം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനം കൂടി നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് പോലത്തെ. എന്നിട്ട് ആ പാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ മിക്സ് ഉള്ള പാത്രം ഇറക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 10-45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ കേക്ക് ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ മോൾ ഭാഗം കാണാനൊന്നും വലിയ ലുക്കില്ലെങ്കിലും കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും കേക്ക് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൂട്ടി നമുക്കൊരു കേക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. കുക്കറോ ഓവനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടിയൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് ഈ കേക്ക് മറ്റുള്ള കേക്കിൻ്റെ അതേപോലെ പെർഫെക്റ്റ് കേക്കൊന്നും അല്ല. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് ഒരു ചെറിയൊരു കേക്കായി കഴിക്കാന്നുള്ള അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു കത്തിയും സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്യാമറ വെച്ചത് അത്രയ്ക്ക് അങ്ങ് ശരിയായിട്ടില്ല. പക്ഷേ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കേക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേക്ക് എടുത്തു. ഇതേ നമ്മുടെ ബട്ടർ പേപ്പറിന് പകരം വെച്ച് കൊടുത്ത A4 പേപ്പർ അവിടെ ഉണ്ട്. അത് അങ്ങനെ ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇളക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേ നമ്മുടെ അടിപൊളി കേക്ക്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ കോഫി പൗഡർ ഇട്ടുകൊണ്ടാണ് ഈ ഒരു ബ്രൗൺ കളറ് കണ്ടോ. കേക്കിൻ്റെ മുകൾ ഭാഗം മാത്രം കുറച്ചൊന്ന് പൊട്ടിയെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ. നമുക്കെന്ത് മുറിച്ച് നോക്കാം.
അടിപൊളി കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് കാണാൻ അത്ര വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ചെറിയൊരു കഷ്ണമൊക്കെ മുറിച്ച് കഴിച്ചൊക്കെ നോക്കിയിട്ട് നല്ല കേക്കായിരുന്നു. പിന്നെ നമുക്കിതിൽ കേക്കിൻ്റെ ഫുൾ എല്ലാ റെസിപ്പീസ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ടിട്ട് ഉണ്ടാക്കിയ കേക്കല്ല. അപ്പോൾ അതിൻ്റെ അത്രയൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഏതാണോ എന്ന് കേക്കാർക്കും തോന്നല്ലേ. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ പാത്രം കണ്ടില്ലേ, ആ പാത്രത്തിൻ്റെ ഷേപ്പിനുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.